മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിച്ച പാലക്കാടൻ മണ്ണാണിത്. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും അലതല്ലുന്ന സുന്ദര ഭൂപ്രദേശം. പ്രകൃതിയും മനുഷ്യനും ഒത്തൊരുമിച്ചപ്പോൾ കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ പ്രധാന താവളമായി മാറി പാലക്കാട്. മണ്ണിനെ ദൈവതുല്യം സ്നേഹിച്ച് പൊന്നു വിളയിച്ചവരാണ് പാലക്കാടൻ കർഷകർ. കാർഷിക സംസ്കാരത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇന്നും പാലക്കാടൻ മണ്ണിലുണ്ട്. ഒരു വീട്ടിലെ വൈക്കോൽ കൂനയുടെ വലിപ്പം കണ്ടും തൊഴുത്തിന്റെ വലിപ്പം കണ്ടുമാണ് ആ കുടുംബത്തിലെ സമ്പത്ത് അളന്നിരുന്നത്. ഈ വൈക്കോൽ കൂനയും തൊഴുത്തും കണ്ടിട്ടാണ് പണ്ടൊക്കെ പല വിവാഹ ആലോചനകളും നടത്തിയിരുന്നത്. ഇത്രയൊക്കെ ഉണ്ടായാൽ തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് ചുരുക്കം. ഒരു വണ്ടി നെല്ല് കൊടുത്താൽ ഒരു പവൻ വാങ്ങിക്കാവുന്ന ആ കാലം വിദൂരമായി. കാലത്തിന്റെ മാറ്റം കൃഷിയിലും വന്നു. കൃഷിയോട് താൽപര്യം കുറഞ്ഞ് മറ്റു പല ജോലികളിലും ആകൃഷ്ടരായി പുതുതലമുറ പലയിടങ്ങളിലായി ചേക്കേറി. എന്നാൽ ഇന്നും കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ടിവിടെ. മണ്ണ് ചതിക്കില്ല എന്ന ആപ്തവാക്യം മനസ്സിലേറ്റിയ ഒരു കൂട്ടം കർഷകർ. പാലക്കാട് നിന്നും 30 കിലോമീറ്റർ അകലെ ചിറ്റൂർ താലൂക്കിലെ അയിലൂർ പാളിയമംഗലം കൃഷിസ്ഥലമാണിത്. അയിലമുടിച്ചിയും ആവനാട് കുന്നും നെല്ലിയാമ്പതി മലയും വേർതിരിക്കുന്ന താഴ്വാരം. ഗ്രാമ്യഭംഗിയാർന്ന കൃഷിസ്ഥലവും കണ്ണിന് കൗതുകം പകരുന്ന അപൂർവ കാർഷിക കാഴ്ചകളും ഇവിടെ ധാരാളം. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പാടങ്ങളും പച്ചപ്പും എല്ലാം ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെ സുന്ദരം. കുറുമ്പൂർ നായ്ക്കർ പാടം, കാരക്കാട് പറമ്പ്, പുതിയപ്പടി എന്നീ പേരുകളിലുള്ള 500 ഏക്കർ പാളിയമംഗലം നെൽപ്പാടത്ത് 120ഓളം കർഷകരാണുള്ളത്. ഇതിൽ 250 ഏക്കറിൽ നെൽകൃഷിയും ബാക്കി പച്ചക്കറി കൃഷിയുമാണുള്ളത്. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത് എന്നീ 2 കൃഷിരീതികൾക്ക് പുറമെ ഇടവേളകളിൽ പച്ചക്കറികളും നടന്നു. പ്രധാനമായും മഴയെ ആശ്രയിച്ചാണ് കന്നിക്കൊയ്ത്ത് കൃഷി ചെയ്യുന്നത്. ഇടവം മിഥുനം മാസങ്ങളിൽ, അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ഞാറ് നട്ട്
കന്നിമാസത്തിൽ സെപ്റ്റംബർ അവസാനം കൊയ്ത്തു നടത്തുന്നു. ഒരു വർഷത്തെ ആദ്യ വിളവെടുപ്പാണ് കന്നിക്കൊയ്ത്ത്. മഴക്കാലമായതിനാൽ കൈകൊണ്ടാണ് കന്നിക്കൊയ്ത്തിനായി ഞാറു നടുന്നത്. തുലാം വൃശ്ചികം, അതായത് ഒക്ടോബർ നവംബറിൽ വിത്ത് പാകി ഫെബ്രുവരി ആദ്യം മകരത്തിൽ കൊയ്ത്തു നടത്തുന്നതാണ് മകരക്കൊയ്ത്ത്. വർഷത്തിലെ രണ്ടാം വിളവാണിത്. മകരക്കൊയ്ത്തിനുള്ള ഞാറു നടുന്നത് ഞാറ്റുനടിയിൽ യന്ത്രങ്ങൾ കൊണ്ടാണ്. നൂറ്റി 120 ദിവസം മൂപ്പുള്ള ചുവന്ന അരിയുള്ള ഉമ, ജ്യോതി, കാഞ്ചന എന്നീ നെല്ലിനങ്ങളാണ് തുടർച്ചയായി ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒരുമിച്ച് കൃഷി ഇറക്കുന്നതിനാൽ കീടനിയന്ത്രണം സാധ്യമാണെന്നാണ് കർഷകരുടെ നിഗമനം. നെൽകൃഷിയുടെ ഇടവേളകളിൽ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. പാവൽ, പടവലം, പയർ, ഇഞ്ചി, കൂർക്ക എന്നിവയാണ് ഇവിടുത്തെ കർഷകർക്ക് താൽപര്യം. കൊയ്ത്ത് കഴിഞ്ഞ പാടം കിളച്ചൊരുക്കി 2 അടി വീതിയിൽ 3 അടി ഉയരത്തിൽ പണകൾ എടുത്തും അതിനിടയിലൂടെ ചാലുകൾ എടുത്തുമാണ് പച്ചക്കറിക്കുള്ള സ്ഥലമൊരുക്കുന്നത്. ട്രേയിൽ ചകിരിച്ചോറും കമ്പോസ്റ്റും കൂട്ടിക്കലർത്തി അതിൽ വിത്തുപാകി 4 ഇല വരുമ്പോഴാണ് വേര് പൊട്ടാതെ പറിച്ചു നടുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് പച്ച ചാണകം നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒരാഴ്ച കഴിഞ്ഞ് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും സമ അളവിൽ കൂട്ടിച്ചേർത്ത് 1 പിടി വീതം ചുവട്ടിലിട്ട് തടമൊരുക്കി മണ്ണ് വിതറും. തുടർന്ന് ഇവയെ പന്തലിൽ കയറ്റിവിടും. ഓരോ 10 ദിവസം ഇടവിട്ട് 18, 18, 18, 20, 20, 20 എന്നീ രാസവള മിശ്രിതങ്ങൾ 150 ഗ്രാം വീതം ചുവട്ടിലിട്ട് മണ്ണ് വിതറിക്കൊടുക്കും. ഇത് വിളവെടുപ്പ് വരെ തുടരുന്നു. കായീച്ചകളെ നിയന്ത്രിക്കാനായി ഫെറമോൺ കെണി ഏക്കറിന് 10 എണ്ണം വീതം കെട്ടിത്തൂക്കുന്നു. ഇലതീനി, ഇലചുരുട്ടി പുഴുക്കൾ എന്നിവയ്ക്കെതിരെ സ്യൂഡോമോണസ്, ബിവേറിയ എന്നിവ തളിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. വെള്ളത്തിന്റെ അഭാവം പല കൃഷിയെയും കാര്യമായി ബാധിക്കുന്നു. ജലദൗർലഭ്യമുള്ള അവസരങ്ങളിൽ കർഷകർ പ്രധാനമായും ആശ്രയിക്കുന്നത് കനാൽ വെള്ളത്തെയും തലക്കുളങ്ങളെയുമാണ്. വേനൽക്കാലത്ത് പോത്തുണ്ടി ഇടതുകര കനാലിലെ വെള്ളം ജലസേചന വകുപ്പ് കർഷകർക്ക് ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കുന്നു. കർഷകരാകട്ടെ ചെറിയ ബണ്ടും വരമ്പും ഉണ്ടാക്കി കൃഷിസ്ഥലത്തെത്തിക്കുന്നു. ഇവ ചെറിയ കുളങ്ങളിലും കൊക്രുണികളിലും സംഭരിച്ച് ചാലുകൾ വഴി കൃഷിക്ക് ഉപയോഗിക്കുന്നു.
മഴക്കുഴികൾ കുത്തി മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സംഭരിച്ച് കൃഷി സുഗമമായി നടത്തുന്ന കർഷകരുമുണ്ട്. ഇത് മണ്ണിന് നനവും കൃഷിക്ക് ആവശ്യമായ വെള്ളവും എല്ലാ കാലത്തും ലഭ്യമാക്കുന്നു. ഈ കൃഷിയിടത്ത് ജൈവകൃഷി മാത്രം ചെയ്യുന്ന കർഷകരുമുണ്ട്. അവരിൽ പ്രധാനിയാണ് AJ കലാധരൻ. ഈ കർഷകൻ സ്വന്തമായി ജൈവവളങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവയിൽ പ്രധാനമാണ് ജീവാമൃതം. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ 10 ലിറ്റർ വെള്ളമെടുത്ത് നാടൻ പശുവിന്റെ 2 കിലോ ചാണകം നന്നായി കലക്കുന്നു. അതിൽ 1.5 ലിറ്റർ ഗോമൂത്രം ചേർത്ത് 1/2 കിലോ പയറുപൊടിയും വിതറുന്നു. നന്നായി പഴുത്ത 4 വാഴപ്പഴം തൊലിയോടെ ഞെരടി കുഴച്ച് കലക്കുന്നു. അതിൽ രാസവളം ചേരാത്ത മണ്ണും കൂടിയിട്ട ശേഷം ഘടികാര ദിശയിൽ മാത്രം പലതവണ കലക്കുന്നു. അതിനുശേഷം ചണച്ചാക്കിട്ട് മൂടി തണലിൽ സൂക്ഷിക്കുന്നു. ദിവസത്തിൽ പലതവണ ഇതിനെ ഇളക്കി കൊടുക്കണം. ഇത് 48 മണിക്കൂർ കഴിയുമ്പോൾ ജീവാമൃതമായി രൂപാന്തരപ്പെടും. ഇപ്രകാരം തയ്യാറാക്കുന്ന ജീവാമൃതത്തിൽ സൂക്ഷ്മജീവകളുണ്ട്. ചെടികളുടെ രോഗകീടങ്ങളെ നിയന്ത്രിക്കുവാനും കഴിവുണ്ട്. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. 48 മണിക്കൂറിൽ കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. അല്ലാതെ വരണം 3 ദിവസമാണ് ഇതിന്റെ ഇത്. അത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ടീരിയകളൊക്കെ ചാവുകയും ചെയ്യും. അപ്പൊ സ്മെല്ല് വ്യത്യാസം വരും. ഇപ്പൊ നല്ലൊരു സ്വീറ്റ് സ്മെല്ലായിരിക്കും ഇനി 48 മണിക്കൂർ കഴിഞ്ഞാൽ. അപ്പൊ നമുക്കിതില്ല. 4, 5, 6 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കീടനാശിനിയാവും, വളവുമാവും. അതായത് ജീവാമൃതത്തിന്റെ ബലം മാറിക്കിട്ടും. കാരണം ഈ ബാക്ടീരിയ മുഴുവൻ ചാവും. അതാണ് അതിന്റെ ഒരു പ്രക്രിയ. ഇതാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ ഇത് കലക്കി വെച്ച് ഇനിയിപ്പോ ചാക്കിട്ട് മൂടി അവിടെ വെക്കും. കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും ക്ലോക്ക് ബേസിൽ ഒരു 3-4 പ്രാവശ്യം. ശരിക്കും ഇത് പറയുന്നത് ചുഴി വരുന്നവരെ കലക്കും. ഇതിന്റെ ഒരു സെന്റർ ഒരു കുഴി വരും. അതുവരെ നല്ല വൈഡായിട്ട് അങ്ങനെ ഒരു 3 പ്രാവശ്യം കലക്കിയിട്ട് നല്ല സ്പീഡിൽ കലക്കിയിട്ട് അവിടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനെ എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്ന തെളിയത് നല്ലോണം ഇളക്കി ഇതാണ് ചെയ്യുന്നത്. പച്ചക്കറികളുടെ വിളവെടുപ്പ് കാലം കൂടിയാണ് ഇത്. പയറും വെണ്ടയും പടവലവും പാവയ്ക്കയും തയ്യാർ. വിപണനമാണ് ഈ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല എന്ന പരാതിക്കാരാണ് അധികവും. പാളിയമംഗലത്ത് പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മ വഴിയാണ് ഈ പച്ചക്കറികൾ വിൽക്കുന്നത്. ഇവയെല്ലാം തന്നെ തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിലക്കുറവും വിളനഷ്ടവും കൃഷിയുടെ ഭാഗം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കർഷകർ. അതുകൊണ്ട് തന്നെ കൃഷി നഷ്ടമാണെന്ന് ഇവർ ഒരിക്കലും പറയില്ല. ഇന്നിവർ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ
അത് കൃഷിയിൽ നിന്ന് മാത്രമാണെന്നും ഇവർ വിശ്വസിക്കുന്നു. മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ മണ്ണ് പൊന്നു തരും. ഇതാണ് ഈ പാലക്കാടൻ കർഷകർക്ക് പറയാനുള്ളത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में बनेगा सिर्फ निर्लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക സർവകലാശാലയുടെ ആദ്യ അഗ്രോ ടൂറിസം കേന്ദ്രം ആനക്കയത്ത്. മണ്ണ് ജല സംരക്ഷണത്തിന് റബ്ബർ ബോർഡ് പരിശീലനം. കശുമാവ് ഗ്രാഫ്റ്റ് തൈകൾ വിതരണത്തിന്. കാർഷിക സർവകലാശാലയുടെ ആദ്യത്തെ അഗ്രോ ടൂറിസം കേന്ദ്രം ആനക്കയത്ത് സ്ഥാപിതമായി. അത്യുൽപാദന ശേഷിയുള്ള മാവ്, പ്ലാവ്, മാംഗോസ്റ്റിൻ, റംബുട്ടാൻ, നെല്ലി, സപ്പോട്ട, നാരകം, മുന്തിരി തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകൾ, അലങ്കാര ചെടികൾ, പൂച്ചെടികൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഹൈടെക് പ്രിസിഷൻ ഫാമിംഗിൽ പരിശീലനം ലഭിച്ച കാർഷിക കർമ്മസേനയും കേന്ദ്രത്തിലുണ്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പോളി ഹൌസ്, ഗ്രീൻ ഹൌസ് നിർമ്മാണം, ഗ്രോ ബാഗ് നിർമ്മാണം, ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, വിത്ത് ശേഖരണം, ടെറസ് കൃഷി, ഭക്ഷ്യ സംസ്കരണം എന്നിവയിൽ പരിശീലനം നൽകാനും സാങ്കേതിക സംവിധാനം ഒരുക്കിക്കൊടുക്കാനും കേന്ദ്രം തയ്യാറാണ്. കൃഷിയിടങ്ങളിലെ മഴവെള്ള സംഭരണത്തിന് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് സംഭരണിയും നിർമ്മിച്ചു കൊടുക്കും. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം പ്രകൃതിക്ഷോഭത്തിൽ കർഷകർക്കുള്ള സഹായം. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%-ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്ത ബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. മറ്റു വാർത്തകൾ. റബ്ബർ തോട്ടങ്ങളിലെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലനം ഈ മാസം 19-ാം തീയതി കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തും. പരിശീലന ഫീസ് 400 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0481235113, 048123533127. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും അധികം ഉയരം വയ്ക്കാത്തതും 3-ാം വർഷം മുതൽ കായ് ഫലം ലഭിക്കുന്നതുമായ കശുമാവ് ഗ്രാഫ്റ്റ് തൈകൾ കർഷകർക്ക് സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 20-ാം തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ
0474276056. മൃഗസംരക്ഷണ വകുപ്പ് കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ കോഴി വളർത്തുന്നതിന് 50% സബ്സിഡി നൽകുന്നു. 8,000 രൂപയുടെ ഇരുമ്പുകൂടും 10 മുട്ടക്കോഴികളും തീറ്റയും അടങ്ങുന്ന 10,000 രൂപയുടെ യൂണിറ്റിന് 5,000 രൂപ മാത്രം അടച്ചാൽ മതിയാകും. നഗരാതിർത്തിയിലെ ഇരവിപുരം, മങ്ങാട്, ശക്തികുളങ്ങര, പുന്തലത്താഴം എന്നീ മൃഗാശുപത്രികളിൽ തുക അടയ്ക്കാവുന്നതാണ്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി വെള്ളായണി കാർഷിക കോളേജിൽ പ്ലാന്റ് പത്തോളജി വിഭാഗം നാളെയും മറ്റന്നാളും കൂൺ കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446033030 047123888042. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,200 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,400 രൂപ, കൊപ്ര കൊച്ചി 7,870 രൂപ, കൊപ്ര കോഴിക്കോട് 8,300 രൂപ, കൊപ്ര തൃശൂർ 8,350 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ. ചുക്ക് മീഡിയം 22,750 രൂപ, ചുക്ക് ബെസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ സേലം 8,200 രൂപ, മഞ്ഞൾ ഈറോഡ് 8,400 രൂപ, അടയ്ക്ക പുതിയത് 23,000-നും 24,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,800 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,870 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ. ചുക്ക് മീഡിയം 22,750 രൂപ, ചുക്ക് ബെസ്റ്റ് 23,750 രൂപ, അടയ്ക്ക പുതിയത് 23,000-നും 24,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 175-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 450-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 900-നും മധ്യേ. ഗ്രാമ്പൂ കിലോഗ്രാമിന് 825 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,800 രൂപ, ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. ഓണാവശ്യങ്ങൾ മുന്നിൽ കണ്ട് കാർഷിക മേഖല നാളികേര വിളവെടുപ്പ് ഊർജിതമാക്കി. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള പച്ചത്തെങ്ങ് വരവ് വരും ദിനങ്ങളിൽ ശക്തിയാർജിക്കുമെന്ന നിഗമനത്തിലാണ് വ്യാപാര സമൂഹം. ഓണത്തിന് മുൻപായി സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ് നിൽക്കുക. വിദേശത്ത് നിന്ന് റബ്ബർ വില ഉയർന്നെങ്കിലും ആഭ്യന്തര നിരക്ക് ഉയർത്താൻ വ്യവസായികൾ മടിഞ്ഞു. ഷീറ്റിന്റെ താഴ്ന്ന വില മൂലം കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്കുവരവ് ചുരുങ്ങിയത് വില ഇടിവിനെ പിടിച്ചു നിർത്താൻ ഉപകരിച്ചു. ഹൈറേഞ്ച് കുരുമുളക് വരവ് കുറഞ്ഞിട്ടും വില ഉയർത്താൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ തയ്യാറായില്ല. കുരുമുളക് കിലോ 665 രൂപയിലാണ്. ചുക്കിന് ഡിമാൻഡ് മങ്ങിയത് തളർച്ചയ്ക്ക് കാരണമായി. ഇന്ന് 250 ചാക്ക് ചുക്ക് കൊച്ചിയിൽ വിൽപ്പനയ്ക്കിറങ്ങി. അതേസമയം ഉയർന്ന അളവിൽ ജാതിക്കയും ജാതിപത്രിയും വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. ഹൈറേഞ്ചിൽ ഏലക്ക വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉത്സവ ഡിമാൻഡ് വില ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏലക്ക ഉൽപ്പാദകർ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.2, 24.7. കൊച്ചി 29.6, 24.8. ആലപ്പുഴ 31.4, 23.8. പുനലൂർ 30.7, 24. തിരുവനന്തപുരം 32.5, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.